എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ നാളായിട്ടുള്ള ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ യാത്രയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്നുള്ളത്. അതെ, യാഗഭൂമിയായ കൊട്ടിയൂരിലേക്ക്. ദക്ഷപ്രജാപതി യാഗം ചെയ്ത, സതി ജീവത്യാഗം ചെയ്ത ഭഗവാന്റെ താണ്ഡവ നടനം കണ്ട ദക്ഷയാഗഭൂമിയായ കൊട്ടിയൂരിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. പയ്യന്നൂരിൽ നിന്നും 94 കിലോമീറ്റർ അകലെയാണ് കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത്. ഇതിപ്പോൾ ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ടു. പെരുമ്പപ്പുഴയുടെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. NH 66 കൂടി പോയി തളിപ്പറമ്പ് വഴി ഇരിട്ടി, കേളകം, അങ്ങനെ കൊട്ടിയൂരിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ തളിപ്പറമ്പെത്തി. തളിപ്പറമ്പ് കുപ്പം പാലത്തിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു. ബാവലിപ്പുഴയുടെ ഒരു ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും മറുഭാഗത്ത് അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു. ഈ ഇക്കരെ കൊട്ടിയൂരിൽ വർഷത്തിൽ വൈശാഖ മഹോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നിത്യപൂജ നടക്കുന്നുണ്ട്. ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള 28 ദിവസങ്ങളിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ പൂജകളും ഉത്സവവും നടക്കുന്നത്. ഈ 28 ദിവസത്തെ ഉത്സവമാണ് വൈശാഖ മഹോത്സവം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വൈശാഖ മഹോത്സവത്തിൻ്റെ ദിവസങ്ങളിലൊന്നിലാണ് ഞങ്ങളിപ്പോൾ കൊട്ടിയൂരേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂരിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ മകന്നാൾ വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അത് കൊട്ടിയൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയോര ഹൈവേ വഴിയാണ്. തലശ്ശേരി മൈസൂർ ദേശീയപാതയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുവഴി പേരാവൂർ, കേളകം കഴിഞ്ഞാണ്, മണത്തണയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ കൊട്ടിയൂരിലേക്ക് ചെല്ലുന്നത്. 28 ദിവസത്തെ വൈശാഖ മഹോത്സവത്തിൽ ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം, മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റ്യാട്ടൂർ എന്നുള്ള പ്രദേശത്ത് കൂടിയാണ്. അപ്പോൾ അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ കുറ്റ്യാട്ടൂർ മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ കിട്ടും. അത് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു മാങ്ങയാണ് ഈ കുറ്റ്യാട്ടൂർ മാങ്ങ. അപ്പോൾ ഞങ്ങൾ കുറ്റ്യാട്ടൂരും കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തലശ്ശേരി മൈസൂർ ഹൈവേയിലേക്കാണ് ചെന്ന് ചേരാൻ പോകുന്നത്. മഴയുടെ ഉത്സവമാണ് വൈശാഖ മഹോത്സവം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മഴ നനഞ്ഞ് പ്രകൃതിയോടലിഞ്ഞ് പ്രകൃതിയോടിണങ്ങിയാണ് ഓരോ ഭക്തനും വൈശാഖ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് വൈശാഖ മഹോത്സവത്തിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് പോവാം. ദക്ഷൻ്റെ മകളായ സതി, അതായത് പാർവതി ദേവിയുടെ ഇൻകാർണേഷനാണ് സതി. ശിവഭഗവാനെ വിവാഹം ചെയ്തത് ഇഷ്ടപ്പെടാതിരുന്ന ദക്ഷൻ ശിവനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. യാഗത്തിന് വേണ്ടി ഇണങ്ങിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടന്ന് ആണ് ബാവലിപ്പുഴയുടെ കരയിലുള്ള കൊട്ടിയൂർ എന്നുള്ള സ്ഥലം അദ്ദേഹം കണ്ടെത്തിയത്. യാഗത്തിന് ശിവൻ ഒഴിച്ച് ബാക്കി 33 കോടി ദേവതകളെയും യക്ഷന്മാരെയും കിങ്കരന്മാരെയും അപ്സരസുകളെ എല്ലാവരെയും ദക്ഷൻ ക്ഷണിച്ചു. ശിവനെയും പാർവതിയെയും, അതായത് സതീദേവിയെയും മാത്രം ക്ഷണിച്ചില്ല. ഇതറിഞ്ഞ സതീദേവി എന്തായാലും തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗമല്ലേ, താൻ അവിടെ ചെല്ലാമെന്ന് തീരുമാനിച്ച് ശിവനോട് പെർമിഷൻ വാങ്ങിച്ച് യാഗത്തിന് പോവാണ്. പോകുന്ന സമയത്ത് തന്നെ ശിവൻ സതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ അവിടെ ചെല്ലുമ്പോൾ അപമാനിതയാവാനുള്ള സാധ്യതയുണ്ട്, അപമാനിതയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരരുത്, അതുകൊണ്ട് പോവാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് ശിവൻ സതീദേവിയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ സതി അത് വകവെക്കാതെ യാഗശാലയിലേക്ക് പോവാണ്. ഭൃഗു മഹർഷിയുടെ നേതൃത്വത്തിലാണ്, അതായത് അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് യാഗം നടന്നുകൊണ്ടിരുന്നത്. യാഗാചാര്യൻ ഭൃഗു മഹർഷിയായിരുന്നു. അങ്ങനെ സതി അവിടെ ചെല്ലുകയും, പക്ഷേ സതി യാഗത്തിന് വന്നത് ഇഷ്ടപ്പെടാതിരുന്ന ദക്ഷൻ ആ യാഗഭൂമിയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സതിയെയും ശിവനെയും അപമാനിക്കുകയാണ് ചെയ്തത്. ആ അപമാനത്തിൽ മനംനൊന്ത സതി അവിടുത്തെ യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഈ വിവരമറിഞ്ഞ പരമശിവൻ കോപാകുലനാവുകയും കൊട്ടിയൂരിലെത്തുകയും ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ
ജട പറിച്ച് നിലത്തടിച്ചു. ആ ജടയിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയുമുണ്ടായി. ഭദ്രകാളി യാഗശാല നശിപ്പിക്കുകയും ഭൂതഗണങ്ങളോടുകൂടി ചേർന്ന് യാഗശാല നശിപ്പിക്കുകയും വീരഭദ്രൻ ദക്ഷൻ്റെ താടി പറിച്ചെറിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ തല അറുക്കുകയും ചെയ്തു. തല അറുത്തിട്ട് ആ വാള് വീണത് വയനാട്ടിലെ മുതിരേരി എന്നുള്ള സ്ഥലത്താണ്. അവിടെ നിന്ന് വീരഭദ്രൻ പറിച്ചെറിഞ്ഞ ദക്ഷൻ്റെ താടിയാണ് പിന്നീട് ഓടപ്പൂവായി മാറിയതെന്നും അതല്ല യാഗാചാര്യനായിരുന്ന ഭൃഗു മഹർഷിയുടെ താടിയാണ് ഓടപ്പൂവായി മാറിയതെന്നും 2 കഥകളുണ്ട്. എന്തായാലും വീരഭദ്രൻ ദക്ഷനെ വധിച്ചു കഴുത്തറുത്ത്. എന്നിട്ടും അരിശം തീരാതെ ഭഗവാൻ സതീദേവിയുടെ ശരീരം കയ്യിലെടുത്ത് താണ്ഡവ നടനമാടി. ബാക്കി ഉള്ള 33 മുക്കോടി ദേവതകളും അവിടെ യാഗത്തിന് വേണ്ടി സന്നിഹിതരായിരുന്നല്ലോ. ഭഗവാന്റെ ഈ താണ്ഡവ നടനം 3 ലോകങ്ങളെയും നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ദേവന്മാരെ അദ്ദേഹത്തെ ശാന്തനാക്കാൻ വേണ്ടി മഹാവിഷ്ണുവിനെ സമീപിച്ചു. മഹാവിഷ്ണു ആദ്യം തന്നെ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ശിവൻ്റെ കയ്യിലുണ്ടായിരുന്ന സതീദേവിയുടെ ശരീരത്തെ വിവിധ കഷ്ണങ്ങളാക്കി ചെതറിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ ചെതറിച്ച കഷ്ണങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചെന്ന് വീണു. ആ സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ ശക്തി സ്ഥലങ്ങളായിട്ട് ആരാധിക്കുന്നത്. ഞങ്ങളുടെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഹിമാചലിലെ നൈനാദേവി മന്ദിറിൽ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ദേവിയുടെ ശരീരഭാഗങ്ങളിൽ കണ്ണ് ചെന്ന് വീണ ഇടമാണ്. അങ്ങനത്തെ ഒരു ശക്തി സ്ഥലമാണ് നൈനാദേവി മന്ദിർ. അങ്ങനെ പല ശക്തി സ്ഥലങ്ങളിലായിട്ട് ദേവിയുടെ ശരീരഭാഗങ്ങൾ ഓരോന്നും വീണു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് മഹാദേവനെ ശാന്തനാക്കാൻ വേണ്ടി മഹാവിഷ്ണു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു ദീർഘനേരം. ആ ആലിംഗനത്തിന് ശേഷമാണ് ഭഗവാൻ ശാന്തനായത്. അങ്ങനെ മഹാവിഷ്ണു മഹാദേവനെ ആലിംഗനം ചെയ്ത് ശാന്തനാക്കിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാന ആരാധനയായ രോഹിണി ആരാധനയും ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നും നടത്തിപ്പോരുന്നത്. അപ്പോൾ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ പരമശിവനെ ആലിംഗനം ചെയ്ത മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിച്ച് കുറുമാത്തൂർ നമ്പൂതിരി പുഷ്പാഭിഷേകത്തിന് ശേഷം ഇപ്പോഴത്തെ സ്വയംഭൂവിൽ മഹാദേവനെ ആലിംഗനം ചെയ്ത് മണിക്കൂറുകളോളം കിടക്കും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ശിവൻ ശാന്തനായ ശേഷം ദേവകളെല്ലാം ചേർന്ന് ശിവൻ്റെ അടുത്ത് പറയുകയാണ്, ദക്ഷനെ വധിച്ചില്ലേ, അപ്പോൾ യാഗം പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു മഹായാഗം എന്തായാലും പൂർത്തിയാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കാൻ വേണ്ടി ദേവന്മാരെല്ലാം കൂടി മഹാദേവനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്തപ്പോൾ തന്നെ തല പല ഭാഗങ്ങളായി തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം അത് തിരിച്ച് കൂട്ടിവെക്കാൻ പറ്റില്ല. അപ്പോൾ ദക്ഷൻ്റെ തലയ്ക്ക് പകരം ആടിൻ്റെ തല വെച്ചിട്ട് ദക്ഷനെ പുനരുജ്ജീവിപ്പിച്ച് മനുഷ്യരാശിയുടെ നന്മയ്ക്കായി യാഗം പൂർത്തിയാക്കി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ 33 കോടി ദേവതകളും യക്ഷന്മാരും കിങ്കരന്മാരും അപ്സരസുകളും പിന്നീട് ശിവനും മഹാദേവനും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന വീരഭദ്രനും ഭദ്രകാളിയും ഭൂതഗണങ്ങളും അങ്ങനെ എല്ലാവരും ചേർന്ന് കൂടിയ ഊരാണ് പിന്നീട് കൊട്ടിയൂരായി അറിയപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞില്ലേ, വീരഭദ്രൻ ദക്ഷനെ വധിച്ച ശേഷം വലിച്ചെറിഞ്ഞ വാൾ ചെന്ന് വീണത് വയനാട്ടിലെ മുതിരേരിയിലാണ്. ആ മുതിരേരിയിൽ നിന്നുള്ള വാൾ വരവ് കൊട്ടിയൂരെത്തിച്ചേരുമ്പോഴാണ് എല്ലാ വർഷവും വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. അതായത് മുതിരേരിയിൽ ഈ വാൾ ചെന്നിടത്തുള്ള അമ്പലത്തിൽ നിന്ന് തന്ത്രി ഏകനായി കാൽനടയായി വാളുമെടുത്ത് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുമ്പോഴാണ് എല്ലാ വർഷത്തെയും വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ മണത്തണ എന്നുള്ള സ്ഥലം കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മണത്തണയിൽ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് 13 കിലോമീറ്ററാണ് ദൂരം. അപ്പോൾ ഈ മണത്തണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മണത്തണ എന്നുള്ള സ്ഥലത്തെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്നാണ് വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും ഭഗവാന്റെ തിരുവാഭരണങ്ങളൊക്കെ അക്കരെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നത്. അതായത് എല്ലാ പൂജാപാത്രങ്ങളും തിരുവാഭരണങ്ങളും ഒക്കെ മണത്തണയിലെ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലെത്തിയ ശേഷം ഉഷകാമ്പ്ര നമ്പൂതിരി സ്വയംഭൂവിൽ നെയ്യ് അഭിഷേകം ചെയ്ത ശേഷമാണ് ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞില്ലല്ലോ, കൊട്ടിയൂരിലെ മഹാദേവൻ്റെ പ്രതിഷ്ഠ എന്നുള്ളത് സ്വയംഭൂവാണ്. ഈ സ്വയംഭൂ പ്രതിഷ്ഠ കണ്ടുപിടിച്ചത് കുറിച്യ സ്ഥാനികരാണ്. ഇപ്പോൾ കുറിച്യർ നായാട്ടിന് വേണ്ടിയിട്ട് വനത്തിൽ കൂടെ നടക്കുമ്പോൾ അമ്പിന്
മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കല്ലിൽ ഉരയ്ക്കുകയും ആ കല്ലിൽ നിന്ന് ആ സമയത്ത് ചോര വരിക. അപ്പോൾ ഇവരെ പേടിച്ചിട്ട് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന പ്രശസ്തമായ നായർ തറവാട്ടിൽ പോയിട്ട് ഈ വിവരം പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ ഒരു കല്ലിൽ നിന്ന് ധാരയായിട്ട് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം, ഈ നായർ തറവാട്ടിലെ പ്രമാണി, പടിഞ്ഞാട്ടിയിൽ നമ്പൂതിരിയെ കണ്ട് സംസാരിച്ച് അദ്ദേഹമാണ് മനസ്സിലാക്കിയത് അത് ഭഗവാന്റെ സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് തന്നെ കുറിച്യ സ്ഥാനികർക്ക് കൊട്ടിയൂർ ഉത്സവത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പോൾ കുറിച്യർക്ക് മാത്രമല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും, കുറിച്യർ മുതൽ നമ്പൂതിരി വരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വൈശാഖ മഹോത്സവത്തിൽ അവരുടേതായ സ്ഥാനം ഉണ്ട്. അതായത് എല്ലാ വിഭാഗക്കാരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഉത്സവമാണ് വൈശാഖ മഹോത്സവം. അങ്ങനെ ഞങ്ങളത് കൊട്ടിയൂരൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വഴിയിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയതൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അതും കൂടി കുറച്ച് കൺസിഡർ ചെയ്യണം. ഞങ്ങൾ ആക്ച്വലി 3 മണിക്കൂർ ഗൂഗിൾ മാപ്പിൽ സമയം വിചാരിച്ചിട്ടാണ് 12 മണിയായപ്പോൾ ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ 12 മണിക്ക് ഇറങ്ങിയിട്ടും അവിടെ ചെന്നപ്പോഴത്തേക്കും 5:30 ആയി. നമ്മൾ ഈ വഴിയിലുള്ള ബ്ലോക്കും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട്. ഇക്കരെ കൊട്ടിയൂരിലാണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം വാഹനം പാർക്ക് ചെയ്തിട്ട് പിന്നെ ബാവലിപ്പുഴ കടന്ന് ആണ് അക്കരെ കൊട്ടിയൂരിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇക്കരെ കൊട്ടിയൂരിലേക്കുള്ള അവസാനത്തെ 5 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ ഞങ്ങൾ അരമണിക്കൂറിൽ കൂടുതൽ എടുത്തു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഭഗവാന്റെ പ്രതിഷ്ഠ സ്വയംഭൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സ്വയംഭൂ കഴിഞ്ഞ ഉത്സവകാലത്തിന് ശേഷം അഷ്ടബന്ധത്താൽ, അതായത് വിശേഷ ദ്രവ്യങ്ങളാൽ ഭൂമിക്കടിയിൽ സൂക്ഷിച്ച പ്രതിഷ്ഠ 11 മാസങ്ങൾക്ക് ശേഷം മണ്ണും കല്ലും അഷ്ടദ്രവ്യ ഗന്ധങ്ങളും നീക്കം ചെയ്ത് ആദ്യം കാണുന്നത് 28 ദിവസത്തെ കഠിന വ്രതമെടുത്ത് 55 കിലോമീറ്ററോളം കാൽനടയായി യാത്ര ചെയ്ത് പെരുമാൾക്ക് അഭിഷേകത്തിനുള്ള നെയ്യുമായി വരുന്ന നെയ്യമൃതകാരനാണ്. ആ ദ്രവ്യങ്ങളും നെയ്യും ചേർന്ന കല്ലും മണ്ണുമാണ് നെയ്യമൃതകാരന് പ്രസാദമായി ലഭിക്കുന്നതും. ലോകത്ത് ഇങ്ങനെയൊരു കാഴ്ച ഒരുപക്ഷെ കൊട്ടിയൂരിൽ മാത്രമായിരിക്കും. ഈ വർഷം ജൂൺ 10 മുതൽ ജൂൺ 30 ഉച്ചവരെ മാത്രമാണ് സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമുള്ളത്. വിശ്വാസിയാണെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കലെങ്കിലും പോകണം കൊട്ടിയൂരിൽ. പ്രകൃതിയെയും വിശ്വാസത്തെയും താളത്തിൽ ക്രമീകരിച്ച ലോകത്തിലെ ഏക ഇടം കാണാൻ. ഇപ്പോൾ ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂരിലെ പാർക്കിങ്ങിൻ്റെ 550 മീറ്റർ മാത്രം പുറകിലാണുള്ളത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഓടപ്പൂവിൻ്റെ കടകളൊക്കെ ഉണ്ട്. അതേ ആൾക്കാർ നടന്ന് വരികയാണ്. അപ്പോൾ വഴിയിലൊക്കെ, നമ്മൾ വരുന്ന വഴിയിലൊക്കെ റോഡ് സൈഡിലൊക്കെ നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പേയും കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് നടന്നു പോകുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. അതുപോലെ തൊഴുതിട്ട് വണ്ടിയുടെ അടുത്തേക്ക് വരുന്നവരെയും. അപ്പോൾ ബ്ലോക്കിൻ്റെ കാഠിന്യം എത്രയാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ. ഞങ്ങൾ പോയ ദിവസം ഏകദേശം 15 കിലോമീറ്ററോളം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി എന്നാണ് അടുത്ത ദിവസത്തെ പത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ സിവിയറിറ്റി അത്രയും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ സംസാരിച്ച് എൻജോയ് ചെയ്തൊക്കെ പോയ കാരണം നമുക്ക് അത്ര വലുതായിട്ട് ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ പിന്നീടുള്ള വാർത്തകളൊക്കെ വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ അത്രയും കഠിനമായ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നതെന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, വീരപുത്രൻ പറിച്ചെറിഞ്ഞ ദക്ഷൻ്റെ താടി അല്ലെങ്കിൽ ഭൃഗുമഹർഷിൻ്റെ താടിയാണ് ഇപ്പോൾ ഓടപ്പൂവായിട്ട് ഇപ്പോൾ കൊട്ടിയൂരിലുള്ളത്. ഇത് നമ്മൾ പൂജാമുറിയിലും വീടിൻ്റെ മുമ്പിലൊക്കെ തൂക്കുന്നത് ദോഷങ്ങളൊക്കെ അകറ്റാൻ പ്രാപ്തമാണെന്നാണ് വിശ്വാസം. ഇപ്പം ഞങ്ങളത് അക്കരെ ക്ഷേത്രം എന്നുള്ള ബോർഡ് കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അങ്ങോട്ടാണ് നടന്നു പോകേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇക്കരെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ 28 ദിവസത്തെ കാലയളവിൽ പൂജകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വൈശാഖ മഹോത്സവ സമയത്ത് നമുക്ക് അക്കരെ കൊട്ടിയൂരിൽ മാത്രമാണ് ദർശനം നടത്താൻ സാധിക്കുക. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് പയ്യന്നൂരിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 5 മണിയായി. 5 മണിയായപ്പോഴും ഞങ്ങൾ ആക്ച്വൽ പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ടില്ല. അപ്പം നല്ല തിരക്കാണ്. അത് വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രമല്ല, വീക്ക് ഡേയ്സിലൊക്കെ ഇങ്ങനത്തെ തിരക്കാണ്. അപ്പോൾ നമ്മളതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം യാത്ര പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ കൊട്ടിയൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ പാർക്കിംഗ് സ്പേസ്, പാർക്കിംഗ് സ്ഥലമുണ്ട്, പക്ഷെ അവിടെയൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് പാർക്കിങ്ങിന് സ്ഥലം കിട്ടുക എന്നുള്ളത് നോക്കിയിട്ടേ. പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ നിറയെ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സുകളൊക്കെ കൊട്ടിയൂരിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ബസ്സിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. കാരണം നമുക്ക് ഇത്രയും ഈ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കൂടെ കുട്ടികളും കൂടുതൽ വയസ്സായവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്.
ഇതിപ്പോൾ നമ്മൾ അക്കരെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇക്കരെ ക്ഷേത്രത്തിൻ്റെ കവാടം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുവഴി നമുക്ക് ബാവലിപ്പുഴ കടന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ മന്തഞ്ചേരി പാലമുണ്ട്. ആ പാലം കടന്നും നമുക്ക് അക്കരെ ക്ഷേത്രത്തിൽ ചെല്ലാം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇക്കരെ ക്ഷേത്രത്തിന് കമാനമാണ്. അതായത് അക്കരെ ക്ഷേത്രം എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇക്കരെ ക്ഷേത്രം. പക്ഷെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും തിരക്കും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോലീസുകാരുടെയൊക്കെ എണ്ണം വളരെ കുറവാണ്. നമ്മൾ വേറെ ഇതേപോലത്തെ വലിയ ഉത്സവ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഉള്ള അത്രയും അങ്ങനെ പോലീസുകാരൊന്നുമില്ല. ശബരിമല കഴിഞ്ഞാൽ ഉത്സവ സീസണിൽ ഏറ്റവും അധികം ആളുകൾ ദർശനം നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. പക്ഷെ അത്രയും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഞങ്ങളിത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രം കിഴക്കേ നടാന്ന് എഴുതിയ ഒരു കമ്മാനത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി വലിയൊരു പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. അപ്പോൾ ലക്കിലി ഞങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം കിട്ടി. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സൈഡിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാർക്ക് ചെയ്യുന്ന നേരം മുമ്പിൽ തന്നെ ഒരു കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ വിശ്രമ ഗൃഹമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ ലോഡ്ജസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അതുമൊക്കെ ഇപ്പോൾ വന്ന് താമസിച്ചിട്ടൊക്കെ ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞങ്ങളിനി ഇവിടെ നിന്ന് ഒരു ഇതുണ്ട്, ഹരിഗോവിന്ദം വിശ്രമഗൃഹം എന്നാണ് അതിൻ്റെ പേര്. ഇനി ഞങ്ങളിത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ അവിടെ മന്തഞ്ചേരി പാലമുണ്ട്. ആ പാലം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അക്കരെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വണ്ടിയിൽ തന്നെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് കുറേ സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല. അത് പെട്ടെന്ന് തന്നെ നീങ്ങി പോകുന്നുണ്ട് ഈ പാലത്തിൻ്റെ മുകളിലത്തെ തിരക്ക്. അപ്പോൾ ഞങ്ങൾ ആ പാലം കടന്നിട്ട് അക്കരെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ ബാവലിപ്പുഴക്ക് കുറുകെയാണ് ഈ പാലം. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ബാവലിപ്പുഴയുടെ അക്കരെ ഇക്കരെ ആയിട്ടാണല്ലോ അക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ പാലം കടന്നിട്ട് ആണ് അക്കരെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായിരുന്നു, വെള്ളത്തിൻ്റെ അളവും ഒക്കെ കൂടുതലായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പാലൊക്കെ കടന്നിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ മുഹൂർത്തത്തിൽ എത്തിയിരിക്കുകയാണേ. ഇനി അക്കരെ കൊട്ടിയൂരിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.